എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അല്ലാഹു പുറത്തു തരും. അല്ലാഹു ഗഫൂറ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, പടച്ചവനെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ജീവിതത്തിൽ തെറ്റ് ചെയ്തവര് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി തന്റെ സ്വഹാബത്തിനോടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ. എന്ത് കഥയാ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയുമോ? അന്നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ കാന ഫീ മൻ കാന ഖബലകും റജുലുൻ ഖതല 99 നഫ്സാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ആരുടെ ചരിത്രമാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അതാ മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യന് ജീവിച്ചിരുന്നു. ആ മനുഷ്യന് 99 പേരെ കൊന്നവനാ. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയുകയാണ്, ഒരു മനുഷ്യന് 99 പേരെ കൊല്ലുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യന്റെ മനസ്സിലൊരു കുറ്റബോധം തോന്നുകയാ, ഞാൻ 99 പേരെ കൊന്നല്ലോ. അല്ലാഹുവേ, എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരുമോ? ഈ മനുഷ്യനതാ ഒരാളുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, മനുഷ്യ, ഞാൻ 99 പേരെ കൊന്നവനാണ്, എനിക്ക് റബ്ബ് പുറത്തു തരുമോ? കേൾക്കേണ്ട താമസമാ. മനുഷ്യൻ പറഞ്ഞു, അല്ലാഹ് നിനക്ക് പുറത്തു തരൂല. കാരണം നീ കൊലപാതകയാണ്. ഒരാളെ തന്നെ കൊല്ലുന്നത് എത്ര വലിയ പാപമാ. പിന്നെ 99 പേരെ കൊന്നവന്റെ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിന്ന് പടച്ചവനെ പറയുമ്പോ അത് കേട്ടിട്ട് വല്ലാത്ത ദേഷ്യം വരികയാണ്, വല്ലാത്ത കോപം വന്നു. പടച്ചവനെ 100ാമത്തെ കൊല ചെയ്യുകയാണ്. ആ മനുഷ്യന്റെ തലയങ്ങ് വെട്ടിമുറിക്കുകയാ. 99 എന്ന് പറയുന്നത് 100ആയി. ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. 100 പേരെ കൊന്നിട്ട് നടന്നു പോകുമ്പോ ഇൽമു പഠിച്ച ഒരു പണ്ഡിതനെ കാണുകയാ. ഇൽമു പഠിച്ച ഒരു പണ്ഡിതനെ കാണുകയാ. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാ, ഞാൻ 100 പേരെ കൊന്നവനാണ്, 99 പേരെ കൊന്നു. എന്നിട്ട് അടുത്ത മനുഷ്യന്റെ മുന്നിൽ പോയി അവനെനിക്ക് പൊറുക്കില്ലെന്ന് പറഞ്ഞപ്പോ അവനെയും കൊന്നു. 100 പേരെ കൊന്നവനാ ഞാൻ. അല്ലാ, എനിക്ക് പുറത്തു തരുവോ? അല്ലാ, എനിക്ക് പുറത്തു തരുവോ? ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹു നിനക്ക് പുറത്തു തരും. 100 പേരെയല്ല, നിനക്കല്ല പുറത്തു തരും. എന്തിനാ നീ പേടിക്കുന്നത്? ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ കണ്ടുകുടിച്ചവന്, വ്യഭിചരിച്ചവന്, പലിശ തിന്നവന്, വൃത്തികെട്ട് ചെയ്തവന്, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവന്, എടാ നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എന്നോട് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു ചോദിക്കുകയാ, എന്നോട് നിനക്കൊന്ന് ഏറ്റു പറയാൻ പറ്റുമോ? ഞാൻ ഗഫൂറാ, ഞാൻ റഹീമാ. അങ്ങനെ 100 പേരെ കൊന്നവനോട് പറഞ്ഞു കൊടുത്തു, റബ്ബ് നിനക്ക് പുറത്തു തരും. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് വിശദീകരിക്കുകയാ. ആ മനുഷ്യനോട് പറഞ്ഞു, ഇനി നീ ഈ നാട്ടിൽ താമസിക്കരുത്. നീ 100 പേരെ കൊന്നവനാണ്. ഈ നശിച്ച നാട്, നിനക്ക് ഈ നാട് ശരിയല്ല. അതുകൊണ്ട് ഇനി നീ ഇവിടെ താമസിക്കണ്ട. നീ അടുത്ത നാട്ടിലേക്ക് രക്ഷപ്പെട്ടോ. ഇവിടെ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോകണം. അവിടെ ഒരുപാട് നല്ലവരുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 100 കൊല ചെയ്ത മനുഷ്യനോട് ആ അറിവ് പഠിച്ച മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, നിനക്ക് അല്ലാഹ് പുറത്തേരും, നീ പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. കള്ളുകുടിയനെ പിടിച്ചിട്ടെടാ നിന്നെ അല്ലാഹ് നരകത്തിലുള്ള പോടാന്ന് പറഞ്ഞുവിടാണ് ചെയ്യേണ്ടത്. അല്ല, അവന്റെ തോളി തട്ടിയിട്ട് അവനെ നന്നാക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. കള്ളുകുടിച്ച് ഓടേ കിടക്കുന്നവനെ കള്ളുകുടിയനെന്ന് പറഞ്ഞ് എറിയലല്ല വേണ്ടത്, അവനെ ഉപദേശിച്ച് നന്നാക്കണം. അവൻ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ളവനെ നന്നാക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം കിട്ടുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ? അത് ഓനെ വിടണോ? അങ്ങനെയുള്ളവനെ നന്നാക്കണം. അള്ളാഹു ഗഫൂറ, അള്ളാഹു റഹീമ. അവിടെ നിന്ന് പറഞ്ഞു, നിനക്ക് അല്ലാഹ് പുറത്തു തരും. ഇവിടെ നിൽക്കേണ്ട നീ, കാരണം ഈ നാട് നിനക്ക് നല്ലതല്ല. കുറേ അപ്പുറത്ത് നല്ല ജനങ്ങൾ താമസിക്കുന്ന ഒരു നാടുണ്ട്, നീ പൊക്കോ. ആ മനുഷ്യൻ പോകുകയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നോക്ക്, ഏറ്റവും ഇതിനേക്കാളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസില്ല. ഈ മനുഷ്യനോട് പറഞ്ഞു ആ നാട്ടിലേക്ക് പോകാൻ. ഈ മനുഷ്യൻ അവിടെ നിന്ന് ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നു, റൂഹ് പിടിച്ചു. ഈ മനുഷ്യൻ മരണപ്പെട്ടു. ആ തൗബ ചെയ്തിട്ട് പോകുന്ന മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു. അവിടെ നിന്ന് മയ്യത്ത് മരണപ്പെട്ടു കഴിഞ്ഞപ്പോ നരകത്തിന്റെ മലക്കുകളും സ്വർഗത്തിന്റെ മലക്കുകളും വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ബാലരമയിലെ കഥയല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സഹീഹ് മുസ്ലിമിലെ ഹദീസായത്. ഈ മനുഷ്യന്റെ മയ്യത്തിന്റെ മുന്നിൽ നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. രണ്ടുപേരും കൂടെ അവിടെ തമ്മിൽ ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയ. ഇവിടെ നിന്ന് പറഞ്ഞു, ഇവൻ 100 കൊല ചെയ്തവനാ, ഒരു നന്മ പോലും ചെയ്തിട്ടില്ല, ഇവൻ നരകത്തിന്റെ അവകാശിയാന്ന് നരകത്തിന്റെ മലക്കുകൾ. സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, ഇവൻ തൗബ ചെയ്തിട്ട് വന്നവനാ, ഇവൻ സ്വർഗത്തിലാ, സ്വർഗത്തിന്റെ മലക്കുകൾ. അങ്ങനെ മലക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിഷയമായി. ആ സമയത്താണ് മധ്യസ്ഥനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊരാൾ കടന്നു വരുന്നത്. അവിടെ നിന്ന് മറ്റൊരാൾ അല്ലാഹു പറഞ്ഞു വിട്ടു മധ്യസ്ഥനായിട്ട്. ചരിത്രം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മലക്കുകളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ നരകത്തിന്റെ അവകാശിയാണോ സ്വർഗത്തിന്റെ അവകാശിയാണോ എന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹം താമസിച്ചിരുന്ന നാടും മരിച്ച സ്ഥലവും തമ്മിൽ അളക്കാൻ പറഞ്ഞു. എന്നിട്ട് മരിച്ചു കിടക്കുന്ന സ്ഥലവും ആ നല്ല നാടും തമ്മിൽ അളക്കാൻ പറഞ്ഞു. ഏത് നാട്ടിലേക്കാണോ ഇദ്ദേഹം അടുത്തിരിക്കുന്നത്, ഈ പഴയ നാട്ടിലാണെങ്കിൽ നരകം, പുതിയ നാട്ടിലാണെങ്കിൽ സ്വർഗം. ചരിത്രം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുതിയ നാട്ടിലേക്ക് ആ മനുഷ്യൻ അല്ലാഹു ആക്കിക്കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നുപോയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ കാരുണ്യമത. ഒരു നന്മ ചെയ്ത ആ മനുഷ്യൻ 100 കൊല ചെയ്തിട്ട് തൗബ ചെയ്തിട്ട് ഒരു റക്അത്ത് നിസ്കരിച്ചോ, ഒരു ദിക്റ് പറഞ്ഞോ? ഇല്ല. ഒരു നന്മ പോലും ചെയ്തിട്ടില്ല. ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ ഒരു സഹാബിയുടെ കഥ ചരിത്രം ഹദീസിലുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു സുജൂദ് പോലും ചെയ്തില്ല. മുസ്ലിമായി, ശത്രുവിന്റെ ഭാഗത്തായിരുന്നു, ശത്രുവിന്റെ കൂടെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയറി വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് മുസ്ലിം ആകണം. മുസ്ലിം ആകാൻ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ഇനി ചോദിച്ചു, ഞാൻ ഈ യുദ്ധത്തിന് പോയ എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ഇറങ്ങി ഒറ്റപ്പോക്ക്. ഒരൊറ്റ സുജൂദ് പോലും നിസ്കരിച്ചില്ല. നേരെ ഇറങ്ങിപ്പോയി. അല്പനേരം കഴിഞ്ഞപ്പോ ഒരു മയ്യത്തൊരു ജനാസ കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. ആരാ? ആ ഇറങ്ങിപ്പോയ സഹാബി. ഒരു സുജൂദ് പോലും ചെയ്തില്ല. ആ മനുഷ്യൻ സ്വർഗത്തിൽ പോയി എന്ന് നബിയിന റസൂലുള്ളാഹി. അതാ അല്ലാഹു കരുണ കാണിച്ചു. ആ മനുഷ്യനെ ആ നാട്ടിലേക്ക് അല്ലാഹു അടുപ്പിച്ചു കൊടുത്തു, എന്നിട്ട് സ്വർഗം കൊടുത്തു എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൻ്റെ കരുണ. എത്ര വലിയ പാപിക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. എത്ര വലിയ പാപം ചെയ്തവനും ശിർക്ക് ചെയ്തവന് പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ആ മനുഷ്യന്റെ തൗബ, അതാ തൗബ എന്ന് പറഞ്ഞാൽ ആ 100 കൊല ചെയ്ത മനുഷ്യന്റെ ഒരു തൗബയുണ്ടല്ലോ, ആ തൗബ, ആത്മാർത്ഥമായിട്ടുള്ള പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. നമുക്ക് ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടോ? ഇല്ല. അല്ല പുറത്തു തരണേ, അല്ല പുറത്തു തരണേ, അല്ല പുറത്തു തരണേ, അല്ല ഫാൻ ഇറങ്ങുന്നുണ്ടോ, അല്ല AC ഓൺ ആക്കിയിട്ടുണ്ടോ, അല്ല ഇങ്ങനെ നോക്കിയിട്ടാ പുറത്തു തരണേ, അല്ല ആമീൻ ആമീൻ ആമീൻ. എന്താ ആമീൻ?
ആ 100 കൊല ചെയ്ത മനുഷ്യന്റെ ആത്മാർത്ഥമായിട്ടുള്ള തൗബ അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തൗബ ചെയ്ത് കഴിഞ്ഞ ഈ മോശമായ ആ ഒരു കൂട്ടുകെട്ട് വിടണമെന്ന ചിലരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോകും ഇല്ലേ? അതുകൊണ്ട് ആ ബന്ധങ്ങൾ അങ്ങ് ഒഴിവാക്കുക. അതുകൊണ്ടാണ് ആ നാട് വിട്ട് അടുത്ത നാട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. ഒരു നാട് ഇന്നിപ്പോൾ ഒരാൾ പോയപ്പോഴത്തേക്ക് ഒരു പെണ്ണ് കെട്ടിയ കഥ പറഞ്ഞു. ആലോചിക്ക്, ചില നാടുകൾ അങ്ങനെ, ചില നാടുകൾ പ്രച്ചോനെ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് ചീട്ട് കളിച്ച കഥയൊക്കെയാണ് പറയണേ കേട്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3-ാമതായി പറയുന്നു, ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരുടെ ആലിമീങ്ങളുടെ മഹത്വ. ആദ്യം പോയി ഒരു ജാഹിലിനോടാ ചോദിച്ചേ. അല്ല നോക്കിയേ, ആദ്യം പോയിട്ട് വിവരമില്ലാത്തവൻ ഇന്നലെ പെയ്ത മഴയ്ക്ക് എവിടെന്നോ 4 ഹദീസും പഠിച്ചിട്ട് വന്നവൻ്റെ അടുക്ക പോയിട്ട് മസ്സല വയ്ക്കാൻ പറ്റുമോ? കണ്ടാ വലിയ തങ്ങളെ പോലൊക്കെ മുടിയും വളർത്തി താടിയും വളർത്തി വലിയ മഹാനെ പോലെ നടക്കണേ. ഓൻ്റെ അടുക്ക പോയിട്ട് മസ്സല വെച്ച് എങ്ങനെ ഇരിക്കും? നിങ്ങൾ ഇങ്ങോട്ട് നോക്കും മനുഷ്യ, മസ്സല വെച്ച് എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? അങ്ങനെ തന്നെ ഇരിക്കും. അള്ളാഹു കാക്കട്ടെ. ചില ആളുണ്ട് ഇന്നലെ അങ്ങോട്ട് കുളിച്ച് ഒരു ജുബ്ബയും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരും. കണ്ടു കഴിഞ്ഞാൽ ആലിമീങ്ങൾ പോലും പുറകെ നിൽക്കും. നമ്മളെക്കാളും വലിയ താടിയ സ്കാരത്തടമ്പ് 3-4 എണ്ണം കാണും. ജുബ്ബയുടെ നീളം അങ്ങ് താഴെ വരെ കാണും. കണ്ടാ വിചാരിക്കും ഏതോ വലിയാണെന്ന്. അവൻ്റെ അടുക്ക പോയിട്ട് നേരെ ജുബ്ബ മസ്സല ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? വിവരമില്ലാത്തവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പുറത്തു തരും, അതാ അവനെ കൊന്നുകളഞ്ഞ്. എന്നാൽ ആലിമിനോട് ചോദിച്ചപ്പോൾ അറിവുള്ളവൻ താടിയൊന്നും കാണത്തില്ല, തഴമ്പും വലിയതൊന്നും കാണില്ല. നമ്മൾ പാവപ്പെട്ടവരപ്പാ. വന്ന് ആലിമീങ്ങളോട് ചോദിച്ചാൽ അതാ ഇൽമിൻ്റെ മഹത്വം, ഇൽമ പഠിച്ചവൻ്റെ ശ്രേഷ്ഠത. മുസമ്മിൽ ഉസ്താദ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ മക്ബറ കെട്ടു ഉസ്താദെ, അതൊക്കെ പാടണ്ട ഉസ്താദെ. എൻ്റെ പൊന്നാര മുസമ്മിലെ ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്കുൻ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അള്ളാഹു ഒരു മനുഷ്യനെ ആദരിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാൻ്റെ നൂറ് കൊടുക്കത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിന് ചെറുപ്പവും വലുപ്പമൊന്നുമില്ല, താടിക്കൊന്നും വലുപ്പമൊന്നുമില്ല, വലിയ മഹാനാകണമെന്നില്ല. അള്ളാന്റെ നൂറ്. മുസമ്മിൽ ഉസ്താദിന് താടിയുണ്ട? വലിയ താടിയും തങ്ങളാണോ? ഇല്ല. പക്ഷെ അവന് ഹാഫിള, അവനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. മുസമ്മിൽ ഉസ്താദിനെ തൊടണമെങ്കിൽ എന്ത് ചെയ്യണം? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. മുസമ്മിൽ ഉസ്താദിനെ തൊടണമെങ്കിൽ എന്തിടണം? ഒതു കൊടുക്കണം. സലീം ഉസ്താദിനെ തൊടാ ഒതു കൊടുക്കണോ? പറ. ഒതു കൊടുക്കണോ? പറ. ഒതുകൊടുക്കണോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സലീം ഉസ്താദ് 27 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നു. മുസമ്മിൽ ഉസ്താദ് എത്ര കൊല്ലമായി? 5-6 കൊല്ലം. മുസമ്മിൽ ഉസ്താദിനെക്കാളും പ്രായമുണ്ട്. ഞാൻ തരം താഴ്ത്തി പറഞ്ഞതല്ല. ഇൽമ് ഹാഫിൾ എന്ന് പറയുന്നൊരു പദവി, ഖുർആൻ പഠിച്ചവൻ. അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത്. അതിലൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ കാര്യങ്ങളിലും അള്ളാഹു ഇൽമിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹ് എല്ലാവർക്കും കൊടുത്തില്ല. അള്ളാഹു എല്ലാവർക്കും കൊടുക്കണമെന്നില്ല. ചിലർക്ക് മാത്രം അള്ളാഹു കൊടുക്കും. ആ കൊടുക്കുന്നത് അള്ളാഹു ആദരിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അവരെ ബഹുമാനിക്കണം. പ്രായത്തിലല്ല. ഒരു മുത്തഅല്ലിമാണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്ന മസലകളൊക്കെ ചോദിക്കുമ്പോൾ അറിവുള്ളവരോട് ചോദിക്കണം. എന്നോട് ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നോട് ചോദിക്കേണ്ട കാരണം ഞാൻ മുത്തഅല്ലിമാ, ഞാൻ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു ഇൽമിൽ വിശാലത നൽകുമാറാകട്ടെ. ആമീൻ പറ. മസലകൾ ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കരുത്. അതൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ചു പഠിച്ചോണം. എന്നോട് ആരെങ്കിലും മസല ചോദിച്ചാൽ ഞാൻ പറയാറില്ല. ഞാൻ പറയും കുറച്ച് കഴിഞ്ഞിട്ട് പറയാറ്. കാരണം എന്തേ? ഉസ്താദന്മാരോട് ചോദിക്കണം. മസലകൾ അറിയാത്തവരല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോൾ പോയി ചോദിക്കലല്ല. ഇപ്പം എല്ലാം തുടങ്ങിയിരിക്കല്ലേ. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓരോന്നൊക്കെ അവിടെ ഇവിടെ ഒരു ഹക്കും ബാത്തിലുമില്ല, പോവല്ല. നിങ്ങൾ അതിനൊക്കെ വളവും വെച്ച് കൊടുത്തു നട. ചോദ്യവും വേണ്ട, മറുപടിയും വേണ്ട. അള്ളാഹുടെ മുന്നിൽ ചെല്ലുമ്പോൾ എല്ലാം കാണാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം എല്ലാം സ്വന്തം കാര്യം സിന്ദാബായിട്ട് നടക്കുക. പലതും കണ്ടിട്ട് കാണാത്തവരെ പോലെ. പല തെറ്റുകൾ കണ്ടാലും അത് തിരുത്തി കൊടുക്കാനൊരു മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളിങ്ങനെ മാറരുത്. ചിലതൊക്കെ നിങ്ങളും അള്ളാഹിനോട് പറയേണ്ടി വരും. നമുക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾക്കങ്ങനല്ല. നമുക്ക് പറയുന്നതിന് പരിധിയുണ്ട്. നിങ്ങളെല്ലാം കണ്ട പോലെ പോട്ടെ, അവനായി അവൻ്റെ പാടായി വിട്ടേക്കട്ടെ, അവൻ അഹമ്മക്കെന്തോ അപ്പ ഇല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പോട്ടെ. നാളെ അതുപോലെ തന്നെ അള്ളാഹു പറയും. നിങ്ങൾ ചിന്തിക്കേണ്ടെന്നറിയോ? അള്ളാഹു ഒരു സമുദായത്തിനെ നശിപ്പിച്ചത്